അപ്പോൾ ഈ കണക്കുകൾ സംബന്ധിച്ച് നിയമസഭയിലും ഇപ്പോൾ തൊട്ട് മുമ്പാണ് നിയമസഭ അവസാനിച്ചത്. അതിനകത്ത് വലിയ ചർച്ചകൾ വന്നതാണ്. യാതൊരു കാരണവശാലും നിങ്ങൾ പഞ്ചായത്തിൻ്റെ പ്ലാനിന് പൈസ കൊടുക്കില്ല, 50% ആയിട്ടില്ല, സ്റ്റേറ്റ് പ്ലാൻ 40 ആയിട്ടുള്ളൂ എന്നൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ MLA പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. ഞാനിപ്പോൾ ആക്ച്വൽ കണക്കുകൾ പറയുന്നത്, കേരളത്തിൽ എക്കണോമി എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഭാഗമായിട്ടുണ്ടായെങ്കിലും അത് എല്ലാം പൂർണ്ണമായും നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടേണ്ട പണം ഇനിയും കിട്ടാനുണ്ട്. അത് കിട്ടിയേ കഴിയൂ എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. എന്നാലും ഈ തരത്തിലേക്ക് വന്നു. അവിടെയാണ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമുക്ക് 1,60,000 കോടി രൂപയ്ക്കപ്പുറം ഒരു വർഷത്തെ ചെലവിൽ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1,60,000 കോടി. ആ 1,60,000 കോടിയുള്ള 3 വർഷത്തിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ അതിനേക്കാളും വളരെ കുറവായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ കൂടിയാണ് വരിക. ഈ 1,60,000 കോടി താഴെ നിന്നിരുന്ന ചിലവ് ഈ വർഷം 1,70,000 കോടിയിലേക്ക് എത്തുമെന്നാണ് അസംബ്ലി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമുക്കൊരു പ്രസംഗം നടത്തിപ്പാൻ പറ്റുന്നതല്ല. ധനകാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടാണ്. അക്കൗണ്ട് അവിടെ വരുമ്പോൾ അക്കൗണ്ട് നോക്കിയിട്ട് നിങ്ങൾക്കറിയാം, C&AG ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഇനിയും ഫൈനൽ അക്കൗണ്ട് വരും. അപ്പോൾ അത് വെച്ചിട്ടുള്ള കണക്കനുസരിച്ചിട്ട് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത് 1,70,000 ഇതിനേക്കാൾ അല്പം കൂടെ അധികരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ 1,70,000 കോടി വന്നു. എന്നാൽ തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം ഏറ്റവും നന്നായി ചിലവാക്കിയ തൊട്ട് മുമ്പത്തെ 5 വർഷക്കാലം നമുക്ക് 1,15,000-നും 17,000-നും ഇടയ്ക്കാണ് ചിലവാക്കാൻ പറ്റുക. അത് ആ സമയത്ത് അത്രേ വരും. അതിന് മുമ്പത്തെ ഗവൺമെൻറ് എടുക്കുക 80,000 കോടിയുള്ളൂ. പക്ഷേ ഈ ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടർച്ചയായിട്ടൊരു ഗവൺമെൻറ് വരുന്നത്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വർഷം അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തൊട്ടടുത്ത് വന്ന വർഷം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വമാണ്. അത് ഉത്തരവാദിത്വം നടപ്പിലാക്കി എന്ന് മാത്രമല്ല, ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടിയ സമയത്ത് ഉണ്ടായി. രണ്ടാം ഗവൺമെൻറ് വന്ന സമയത്തായതുകൊണ്ട് കിഫ്ബിയുടെ പേര് വെട്ടിക്കുറച്ചു പണം, നമ്മുടെ ബോറോയിങ്ങിൻ്റെ സൈസ് കുറച്ചു. ഈ ഗവൺമെൻറ് വരുന്നത് വരെ കിട്ടിക്കൊണ്ടിരുന്നത് 5% വരെ GSDPയുടെ 5% വരെ ബോറോ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു. കാരണം കോവിഡ് സമയമായിരുന്നുണ്ട് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്. അത് വെട്ടിക്കുറച്ചു. സാധാരണ ഒരു വലിയ തോതിൽ കുറവൊന്നു. 3%, പവറിൻ്റെ ഒരു 5.5 കൂടെ ചേർത്ത് ഇപ്പോൾ 3.5% ഉള്ളൂ. നമ്മുടെ ഓരോ വർഷവും ശരാശരി 12,000 കോടിയായിരുന്നു നമുക്ക് GST നടപ്പിലാക്കിയ ആദ്യത്തെ 5 വർഷം കിട്ടിയത്. അത് 2022 ജൂൺ മുതൽ തീർന്നു. അപ്പോൾ ആ 12,000 കോടി കുറഞ്ഞു. കിഫ്ബിയുടെ പേരിൽ നേരത്തെ എടുത്ത പണം കൂടി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി ഏകദേശം കിഫ്ബിയുടെ ബാധ്യത നമ്മുടെ ബോറോയിങ്ങിനകത്തേക്ക് കൊണ്ടുവന്നിപ്പം. അത് കാരണം 12,000 കോടി രൂപയുടെ കുറവുണ്ടെന്നുള്ള കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ കൂടെയാണ് 16ാം ധനകാര്യ കമ്മീഷൻ നടപ്പിലായി തുടങ്ങിയത് ഈ ഗവൺമെൻറ് കാലത്താണ്. ഇതിൻ്റെ 1ാം വർഷമാണ് ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ വർഷം. അത് തൊട്ട് മുമ്പത്തേനേക്കാളും 2.5% തൊട്ട് മുമ്പത്തെ സമയത്തുണ്ടായിരുന്നു. അത് 1.92 അതിനകത്ത് വലിയ കുറവൊന്നും. ഇതെല്ലാം അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് സാമ്പത്തിക ഉപരോധമുണ്ട് സംസ്ഥാനത്തിന് നേരെ. കണക്കുകളും വെച്ചതാണ് നിങ്ങളുടെ മുമ്പിൽ. അത് കൃത്യമായ കണക്കെന്ന നിലയിൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൽ പറഞ്ഞു, ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ അധികമുണ്ട്. ആകെ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ 25 ലക്ഷം കോടി രൂപയാണ് കൊടുക്കുന്നത്. 5 ലക്ഷം കോടി രൂപ അധികം വന്നാൽ നമുക്ക് 3% വെച്ചാണെങ്കിൽ 15,000 കോടി രൂപ അധികം കിട്ടണം. നമുക്ക് 5,000 കോടി രൂപ പോലും അധികം കിട്ടുന്നില്ല എന്ന കണക്ക് നമ്മൾ പറഞ്ഞു. 25 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ആകെ കൊടുക്കുമ്പോൾ നമുക്ക് 3% ആണെങ്കിൽ 75,000 കോടി കിട്ടണം. 2.9% ആണെങ്കിൽ നമ്മൾ ജനസംഖ്യയൊക്കെ എടുക്കുകയാണെങ്കിൽ 2.9% ആണെങ്കിൽ 72,000 കോടി കിട്ടണം. നമുക്കൊരു 35,000 കോടി താഴെ കിട്ടുന്നുള്ളൂ. ഈ കണക്കുകളെല്ലാം വെച്ചിരുന്ന പശ്ചാത്തലമാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദിവസവും ധാരാളം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾ ദിവസവും ഇതിനെ നോക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ പല വാർത്തകൾ നോക്കുന്നവരായതുകൊണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ആ ഒരു കണക്കിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കുകൾ വന്നതനുസരിച്ചിട്ട് നമ്മൾ 1,70,000 കോടി ചിലവാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ വളരെ വലിയ കാര്യമാണ്. ഇതൊരു ഞങ്ങളുടെ ധനകാര്യ വകുപ്പിൻ്റെ മാത്രം നേട്ടമായിട്ടൊന്നും ഞങ്ങൾ പറയുന്നതല്ല. ഈ കേരളത്തിലെ ആകെ ജനങ്ങളുടെ പൊതുകാര്യത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ 1,70,000 കോടി നമുക്ക് എത്തിക്കാൻ പറ്റി. 2 ട്രില്യണിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ നികുതിയുടെ കാര്യത്തിൽ വർധന വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്ന സംസ്ഥാനത്ത് വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. വർദ്ധിപ്പിക്കാവുന്ന പരിധിക്കകത്തുനിന്നാണ്. ഈ കേരളത്തിൽ നിന്ന് ആകെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന തുകയിൽ നമുക്ക് അർഹമായതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല എന്നുള്ള വിഷയം നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് തനത് നികുതി വരുമാനം നമ്മൾ ബഡ്ജറ്റിൻ്റെ പുതുക്കിയ അടങ്കലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 81,627 കോടി കിട്ടുമെന്നാണ് ഈ വർഷം നമ്മുടെ തനത് നികുതി വരുമാനം. അത് 84,000 കോടി ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ സബ്ജക്റ്റ് ടു കറക്ഷനാണ്. ഫൈനൽ അക്കൗണ്ട്
അത് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ നികുതിയേതര വരുമാനം 15,632 കോടിയായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് അന്തിമ കണക്ക് വരുമ്പം ചെറിയ വർധന വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ തനത് വരുമാനം നല്ലതുപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. 1,00,000 കോടി രൂപയുടെ അടുത്തേക്ക് തനത് നികുതി വരുമാനം വന്നു.